നമ്മൾ കരുതുന്നുണ്ടോ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ അങ്ങ് പറയാൻ സാധിക്കും? ഈ മരണത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് കാര്യം. അപ്പോൾ ആ സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ഈ രൂപത്തിൽ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമുക്കിപ്പോൾ എല്ലാവർക്കും അൽഹംദുലില്ലാഹ് നല്ല എന്തുണ്ട്, കൂവത്തുണ്ട്. നമ്മുടെ ആരോഗ്യപരമായി നല്ല കൂവത്തുണ്ടല്ലേ? ഉണ്ട്. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. ഇപ്പോൾ ഏകദേശം 2:10 രാവിലെ എഴുന്നേറ്റത് മുതൽ 2:10 നമുക്കറിയാം. നമുക്ക് ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്ത്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇല റഹ്മാൻ എന്ന ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 2 വാക്ക്, വളരെ ലഘുവായ വാക്കാണ്, പക്ഷേ അത് മീസാനിൽ കനം തൂങ്ങുന്ന വാക്കാണ് എന്നുള്ളത്. ഏതാണ് ആ വാക്ക്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന വാക്ക്. സ്വന്തത്തോട് ചോദിക്കുക. ഈ സമയമായിട്ട് നമ്മൾ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ആരെയും കുറ്റപ്പെടുത്താനല്ല, സ്വന്തത്തോട് ചോദിക്കുക. നമ്മളിപ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? നമുക്ക് ഊർജ്ജമുള്ള സമയമാണ്, കൂവത്തുള്ള സമയമാണ്, എന്തും പറയാനുള്ള സമയമാണ്, അല്ലേ? സാധിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറയാൻ സാധിച്ചോ? പോട്ടെ, ഈ സമയം വരെയായിട്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്വന്തത്തോട് ചോദിക്കുക. റബ്ബിനറിയാം നീ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ സമയത്ത് നമുക്കിതൊന്നും പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ മരണസമയത്ത് എളുപ്പത്തിലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? ആലോചിച്ച് നോക്കുക. ഈ ഊർജമുള്ള സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ അദ്കാറുകളിൽ മുഴുകാൻ സാധിക്കുന്നില്ല എങ്കിൽ കൺമുന്നിൽ മലക്കുൽ മൗത്തിനെ കാണുന്ന നേരത്തെ ആ ബേജാറിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യാമോഹം മാത്രമാണത്. നന്നായി ചിന്തിക്കുക. മരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പുറത്തേക്ക് വരിക ഈ രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കും. നമ്മളെങ്ങനെയാണോ ജീവിച്ചത് അത്